ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നവനീത. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളം ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെടുത്തി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭ അംഗീകാരം നൽകി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീം കോടതിയുടെ അനുമതി. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ച സമൻസും കോടതി റദ്ദാക്കി. കേസ് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സിബിഐയുടെ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. അസമിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവലോകനം ചെയ്തു. ദുരിതാശ്വാസം, പുനരധിവാസം എന്നിവയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി അസം മുഖ്യമന്ത്രി അറിയിച്ചു. ഛത്തീസ്ഗഡിലെ ബീജാപൂർ ജില്ലയിൽ 5 സ്ത്രീകൾ ഉൾപ്പെടെ 8 മാവോയിസ്റ്റുകൾ ഇന്ന് കീഴടങ്ങി. ഇവരെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് 49 ലക്ഷം രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്ത് വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027ന്റെ ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് 1ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. തിരുവനന്തപുരം വലിയമല IISTയുടെ 14ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നാളെ മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് നാളെ 2 വർഷം. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നാളെ സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിൽ ഓറഞ്ച് ജാഗ്രത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പുതിയ കാലഘട്ടത്തിന് അനുസരിച്ച് ചുമട്ടുതൊഴിലാളി നിയമം പരിഷ്കരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വിവിധ മേഖലകളിലെ കയറ്റിറക്ക് കൂലികൾ പരിഷ്കരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോട്ടയം തീക്കോയിൽ നവജാത ശിശുക്കളെ വിൽപ്പന നടത്തുന്നതിനായി യുവതികളെ പാർപ്പിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. കൊല്ലം സ്വദേശി അനീന ആണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3 ആയി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപകൻ MK റാമിനെ കോളേജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നിതിൻ രാജ് വീണു മരിച്ച സ്ഥലവും അന്വേഷണ സംഘം പരിശോധിച്ചു. ഓപ്പറേഷൻ സൈഹണ്ട് 3.0യുടെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത സൈബർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടന്നത്. പോൽ ബ്ലഡ് സംവിധാനത്തിലൂടെ 60,626 യൂണിറ്റ് രക്തം ആവശ്യക്കാർക്ക് ഇതിനകം ലഭ്യമാക്കാൻ കഴിഞ്ഞതായി കേരള പോലീസ്. രക്തം ആവശ്യമുള്ളവർക്കും സ്വമേധയാ രക്തം ദാനം ചെയ്യാൻ സന്നദ്ധരായവർക്കും ഈ സേവനം ഉപയോഗിക്കാം. റേഷൻ വിതരണത്തിനായുള്ള POS മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് റേഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വിജിലൻസ് വകുപ്പിന്റെ പ്രോജക്ട് 0 വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. വിവരാവകാശ നിയമം ഫലപ്രദമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നാളെ തിരുവനന്തപുരത്ത് സെമിനാർ നടത്തും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം നിയോജക മണ്ഡലങ്ങളിലെ വിവിധ സർക്കാർ ഓഫീസുകളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്കും അപ്പലേറ്റ് അതോറിറ്റികൾക്കുമായാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തിരിക്കായുള്ള നെൽക്കതിർ സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേനടയിൽ തിരുവനന്തപുരം മേയർ VV രാജേഷും കൌൺസിലർമാരും ചേർന്നാണ് നെൽക്കതിർ സമർപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9ാം സ്ഥാനത്ത് തുടരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.